എസ് എസ് സിയുടെ എക്സാം നടത്തുന്ന വെണ്ടർ ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റീവ് എക്സാം നടത്തുന്നതിൽ നിന്ന് മാറാൻ പോവുകയാണ്, TCS വരാൻ പോകുന്നുണ്ട് എന്നിങ്ങനെയൊക്കെ പല ഇൻഫർമേഷൻസും കുറച്ച് ദിവസങ്ങളായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് പല ചാനൽസിലും പല പ്ലാറ്റ്ഫോമിലും. അപ്പോൾ ഇത്തരത്തിൽ പലരും കൺഫ്യൂസ്ഡ് ആണ്. അപ്പം ഞാൻ റീസെൻ്റ്ലി TCS പരീക്ഷ നടത്തുന്നതിൽ നിന്ന് മാറി എഡ്യൂക്കേറ്റീവ് വന്നു. എഡ്യൂക്കേറ്റീവ് വീണ്ടും മാറാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്നതിനകത്ത് മാറ്റം വരുത്തുന്നുണ്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അതുപോലെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്, അപ്പോൾ പാറ്റേണിന് വലിയ ഡിഫറൻസ് ഉണ്ടോ എന്നിങ്ങനെ പലരും കൺഫ്യൂസ്ഡ് ആണ്. ഒരുപാട് പേര് അത്തരത്തിൽ മെസ്സേജസ് അയക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ. SSCയുടെ വെണ്ടർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റീവ് മാറാൻ പോകുന്നുണ്ടോ എന്നതൊക്കെ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇങ്ങനെ പറയാൻ കാരണം, എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ റീസെൻ്റ്ലി വന്ന ഒരു നോട്ടീസ്, ഈ നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ടാണ് പലരും അതിനെ ഇത്തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നത്. SSCയുടെ വെണ്ടർ മാറാൻ പോവുകയാണ്, അതിനുള്ള ടെൻഡർ വിളിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പലരും കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നൊരു ഒരു PDF ഉണ്ടായിരുന്നു. ആ PDFൽ RFP, റിക്വസ്റ്റ് ഫോർ പ്രൊപ്പോസൽ എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റിയാണ് അതിനകത്ത് പറയുന്നത്, ഒരു PDFൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റ് കണ്ടിട്ടാണ് പല ആസ്പിരൻസും കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നത്. അപ്പോൾ ആ ഡോക്യുമെന്റിൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 100-നടുത്ത് 89 പേജുകളുള്ള ഒരു PDF ആണത്. അത് മൊത്തം വായിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കി മനസ്സിലാക്കാം. അതിനകത്ത് വെണ്ടർ ചേഞ്ച് ചെയ്യുകയാണോ, അതിനു വേണ്ടിയാണോ ടെൻഡർ വിളിച്ചിരിക്കുന്നത്, എന്തിനാണ് പുതിയ ഈ ഒരു ടെൻഡർ വിളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഡോക്യുമെന്റ്, ഒരു PDF ഡോക്യുമെന്റ് വന്നിട്ടുണ്ട്. ആ ഡോക്യുമെന്റിൽ പറയുന്ന പേരാണ് RFP, അല്ലെങ്കിൽ റിക്വസ്റ്റ് ഫോർ പ്രൊപ്പോസൽ ഫോർ ടെക്നോളജി ആൻഡ് ഓപ്പറേഷൻസ് പാർട്ണർ. ഇതാണ് ഡോക്യുമെന്റിന്റെ ഉദ്ദേശം, റിക്വസ്റ്റ് ഫോർ പ്രൊപ്പോസൽ ഫോർ ടെക്നോളജി ആൻഡ് ഓപ്പറേഷൻസ് പാർട്ണർ. അപ്പോൾ SSC പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ടെക്നോളജിക്കൽ ആവശ്യങ്ങളും അതുപോലെ അതിൻ്റെ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ടീമിൻ്റെ വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം, ഓൺലൈൻ എക്സാമാണ് SSC കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രൊപ്പോസൽ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ടെൻഡറിന് വേണ്ടിയുള്ള ഒരു നോട്ടീസാണ് ഇതിനകത്ത് പബ്ലിഷ് ചെയ്തത്. ഇത് പബ്ലിഷ് ചെയ്ത ഡേറ്റ് മാർച്ച് 5, 2026 പബ്ലിഷ് ചെയ്തത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ ആ ഡോക്യുമെന്റ് കാണാൻ പറ്റും. ഈ ഡോക്യുമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നത് ആക്ച്വലി വെണ്ടർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ പാറ്റേൺമാരും പഠിക്കുന്ന രീതി മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഈ RFP ഡോക്യുമെന്റ് എന്ന് നോക്കാം. റിക്വസ്റ്റ് ഫോർ പ്രൊപ്പോസൽ എന്നാണ് RFPയുടെ ഫുൾ ഫോം, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊരു ടെൻഡർ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഡോക്യുമെന്റ് വിളിച്ചിരിക്കുന്നത്. അതായത് ഈ ടെക്നോളജി ഓപ്പറേഷൻസ് തുടങ്ങിയവ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു പാർട്ട്ണറെ, അതായത് ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ പ്രപ്പോസൽ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഡോക്യുമെന്റ് വിളിച്ചിരിക്കുന്നത്. SSC ഈസ് സീക്കിംഗ് എ ടെക്നോളജി ആൻഡ് ഓപ്പറേഷൻസ് പാർട്ട്ണർ. ടെക്നോളജിയും ഓപ്പറേഷൻസും കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു പാർട്ട്ണറെ സീക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടെൻഡറാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ പർപ്പസ് എന്താണ്? മോഡേണൈസ് എൻറ്റയർ ഡിജിറ്റൽ എക്കോസിസ്റ്റം ഓഫ് SSCയുടെ എല്ലാ എക്കോസിസ്റ്റവും മോഡേണൈസ് ചെയ്യാൻ വേണ്ടി പുതിയ ടെക്നോളജി യൂസ് ചെയ്ത് അതിൻ്റെ അതായത് വെബ്സൈറ്റുകളാണെങ്കിലും അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണെങ്കിലും എല്ലാത്തിലും ഒരു മാറ്റം കൊണ്ടുവരുത്തുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പർപ്പസ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ചേഞ്ചിങ് എക്സാം കണ്ടക്ടിങ് വെൻഡർ. അത് എക്സാം കണ്ടക്ടിങ് വെൻഡറെ ചേഞ്ച് ചെയ്യുന്നതോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാക്കുന്ന വെൻഡറെ ചേഞ്ച് ചെയ്യുന്നതോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല ഇപ്പോൾ പറയുന്നത് എന്നാണ് നമുക്കിത് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇനിഷ്യലി ഇത് വിളിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് എക്കോസിസ്റ്റം ചേഞ്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഡിജിറ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ആൻഡ് ഓപ്പറേഷൻസ് പാർട്ണറിനെ സീക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ടെൻഡർ വിളിച്ചത്. അല്ലാതെ പെട്ടെന്ന് നമ്മളുടെ ഈ വെൻഡറെ ചേഞ്ച് ചെയ്ത് അടുത്ത വെൻഡറെ കൊണ്ടുവരാൻ വേണ്ടിയല്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, പല ആരോപണങ്ങളും SSC എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് റീസെൻ്റ് ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എക്സാം വെൻഡർ ചേഞ്ച് ചെയ്യാണോ എന്നൊക്കെ പലരും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഉദ്ദേശം? ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞു, കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഡോക്യുമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു PDF പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്ത് 15 കമ്പോണൻസിനെ പറ്റിയാണ് ഈ ഡോക്യുമെന്റിൽ പറയുന്നിരിക്കുന്നത്. അതായത് ഒരു ടെക്നോളജി പാർട്ട്ണറെ വേണം. എന്തിനു വേണ്ടിയാണ്? ഒന്ന്, വെബ് പോർട്ടൽ ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻ. നമ്മുടെ SSCയുടെ ഒഫീഷ്യൽ വെബ് പോർട്ടൽ ഉണ്ട്, നിങ്ങൾക്കറിയാം, ssc.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ് പോർട്ടൽ ഉണ്ട്. അതുപോലെ MySSC ആപ്ലിക്കേഷൻ ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ മോഡേണൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ടെക്നോളജിക്കലി അഡ്വാൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. 2, എക്സാം ലൈഫ് സൈക്കിൾ, കംപ്ലീറ്റ് എക്സാമിനേഷൻ ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എക്സാം ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ അറിയുന്നതും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതും ഫീസ് പേ ചെയ്യുന്നതും നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്നതും, അങ്ങനെ വലിയൊരു പ്രോസസ്സ് ഓൺലൈനിൽ അല്ലെങ്കിൽ ഡിജിറ്റലി നടക്കുന്നുണ്ട്. ഈ പ്രോസസ്സ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് ടെക്നോളജിക്കൽ ഹെൽപ്പോടുകൂടി തന്നെയാണ്. അപ്പോൾ ഈ കംപ്ലീറ്റ് ലൈഫ്
സൈക്കിൾ മാനേജ്മെന്റ്, SSCയുടെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് ബെറ്റർ ആക്കാൻ വേണ്ടിയാണ് നോക്കുന്ന മറ്റൊരു കാര്യം. ഇനി റിസൾട്ട് പ്രോസസ്സിംഗ് ആൻഡ് പബ്ലിക്കേഷൻ സിസ്റ്റം. ഞാനിപ്പോൾ പറഞ്ഞു ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ്, എക്സാം ലൈഫ് സൈക്കിൾ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് റിസൾട്ട് പ്രോസസ്സിംഗ്. റിസൾട്ട് എന്ന് പറയുന്നത് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനകത്ത് തെറ്റ് വരികയോ സമയത്ത് വരാതിരിക്കുകയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് ഏറ്റവും അധികം ബാധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം റിസൾട്ട് പ്രോസസ്സിംഗ് മെക്കാനിസം. അതുപോലെ IVR ആൻഡ് കോളിംഗ്, അതായത് കോളിങ്സ്, അതായത് നിങ്ങളുടെ പ്രോബ്ലംസ് മനസ്സിലാക്കാൻ വേണ്ടി കോൾ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ നിങ്ങളുടെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ മാനേജ് ചെയ്യാനുള്ള കോൾ സെൻറ്ററുകൾ, കോളിംഗ് സിസ്റ്റം, നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയുള്ള കോൾ സിസ്റ്റം, ഇതും അവർ സീക്ക് ചെയ്യുന്നുണ്ട് ടെക്നോളജിക്കൽ പാർട്ണറുടെ ഹെൽപ്പിൽ നിന്ന്. പിന്നെ AI ചാറ്റ് ബോട്ട്, പെട്ടെന്ന് നിങ്ങൾ വളരെ രാത്രിയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കസ്റ്റമർ സപ്പോർട്ട് വേണമെങ്കിൽ ആ സപ്പോർട്ടുകൾ എനേബിൾ ചെയ്യാൻ വേണ്ടി AI പവേർഡ് ചാറ്റ് ബോട്ടുകളുടെ കൺസ്ട്രക്ഷൻ. അതുപോലെ ഡേറ്റ അനലിറ്റിക്സ് ആൻഡ് MIS റിപ്പോർട്ടിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങൾക്കറിയാം ഡേറ്റ, വളരെ വലിയ ഡേറ്റയാണ് SSC ഹാൻഡിൽ ചെയ്യുന്നത്, വളരെയധികം സ്റ്റുഡൻസിൻ്റെ ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്നു. അതുപോലെ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം റിപ്പോർട്ടിംഗ് പ്ലാറ്റ്ഫോം, ഇതെല്ലാം SSCയുടെ കയ്യിൽ SSC എക്സാം കണ്ടക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മാനേജ് ചെയ്യേണ്ടതും ശരിയാക്കേണ്ടതുമാണ്. പിന്നീട് ഗ്രീവൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതായത് ഒരു കംപ്ലൈൻറ്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അതെങ്ങനെ സോൾവ് ചെയ്യുന്നു എന്ന് പറയുന്നത് മാനേജ് ചെയ്യുന്ന സിസ്റ്റം. പിന്നെ ആധാർ ബേസ്ഡ് വെരിഫിക്കേഷൻ ഇൻ്റഗ്രേഷൻ, അതായത് ഈ വെബ്സൈറ്റുകളിലും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്കും ആധാർ ബേസ്ഡ് വെരിഫിക്കേഷൻ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത് സെക്യൂർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സൈബർ സെക്യൂരിറ്റി. തീർച്ചയായിട്ടും ഇത്രയും വലിയ ഡേറ്റ മാനേജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സൈബർ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡേറ്റ ചോർന്നു പോയാൽ അത് ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഈ ഒരു ഓർഗനൈസേഷൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡേറ്റ സെക്യൂരിറ്റി ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ 24/7 ഹെൽപ്പ് ലൈൻ ആൻഡ് കാൻഡിഡേറ്റ് സർവീസ്. ഇത്രയും കാര്യങ്ങളുടെ റിക്വയർമെൻറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജി പാർട്ണറെയും ഓപ്പറേഷൻസ് പാർട്ണറെയുമാണ് SSC ഇപ്പം അന്വേഷിക്കുന്നത്. അതിനു വേണ്ടിയുള്ള റിക്വസ്റ്റ് ഫോർ പ്രൊപ്പോസലാണ് ഇപ്പോൾ SSCയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വെണ്ടർ ചേഞ്ച് ആണോ? ഇതാണ് പലരുടെയും കൺഫ്യൂഷൻ. ഇതൊരു വെണ്ടർ ചേഞ്ച് ആണോ? പുതിയൊരു ടെക്നോളജി പാർട്ണറെ വിളിക്കുന്നു, എഡ്യൂക്കേറ്റീവ് മാറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും അവരെ ഏൽപ്പിക്കാനാണോ എന്നുള്ളതാണ് പലർക്കും ഉള്ള കൺഫ്യൂഷൻ. ആസ് ഓഫ് നൗ അത്തരത്തിലൊരു കാര്യമല്ല ഇനിഷ്യൽ സ്റ്റേജിൽ എന്തായാലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. RFP ഈസ് നോട്ട് അബൌട്ട് കണ്ടക്ടിങ് വെണ്ടർ ചേഞ്ച്. ഇതൊരു വെണ്ടർ ചേഞ്ച്, നേരത്തെ നമ്മൾ പലപ്പോഴും വെണ്ടർ മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാറുണ്ട്. ഇതൊരു വെണ്ടർ ചേഞ്ചിന്റെ കാര്യമല്ല ഇപ്പം പറയുന്നത്. ഒരു പക്ഷേ ഫ്യൂച്ചറിൽ വിത്ത് ടൈം, ഇത് നമ്മൾ ഇനിഷ്യൽ സ്റ്റേജുകളിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്ത് ഏറ്റവും ബെറ്റർ ആയിട്ടാണ് ആ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ അവരിലേക്ക് ഇത്തരത്തിലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് എക്സാം കണ്ടക്ടിങ് വെണ്ടർ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് പ്രിപ്പറേഷൻ, ഇത്തരത്തിലുള്ള കാര്യം ഒരു പക്ഷേ കൊടുത്തേക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അങ്ങനെ ഇപ്പോൾ എക്സാം കണ്ടക്ടിങ് വെണ്ടറുടെ കാര്യമോ ക്വസ്റ്റ്യൻ ബാങ്ക് പ്രിപ്പറേഷൻ വെണ്ടറുടെ കാര്യവും അല്ല ഇവിടെ പറയുന്നത്. വാട്ട് ദിസ് RFP ഈസ് നോട്ട്, ദിസ് ഈസ് നോട്ട് എ ചേഞ്ച് ഓഫ് എക്സാം കണ്ടക്ടിങ് വെണ്ടർ. എക്സാം കണ്ടക്ടിങ് വെണ്ടറുടെ ചേഞ്ച് ഇല്ല. എഡ്യൂക്കേറ്റീവ് കരിയർ ടെക്നോളജീസ് ഹാസ് ബീൻ ദ കറണ്ട് എക്സാമിനർ സിൻസ് ജൂലൈ 2025. ഇത് പറഞ്ഞൊരു കാര്യമല്ല എന്ന് വളരെ ക്ലിയർലി മനസ്സിലാക്കാം. RFP ഈസ് സെപ്പറേറ്റ് ഫ്രം എക്സാം സെൻറ്റർ ഓപ്പറേഷൻസ്. എക്സാം സെൻറ്റർ ഓപ്പറേഷൻസിന്റെ കാര്യമല്ല ഇപ്പോൾ ആസ് ഓഫ് നൗ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് RFP കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കറണ്ട് എക്സാം വെണ്ടർ എഡ്യൂക്കേറ്റീവ് ആണ്, നിങ്ങൾക്കറിയാം. ഇത് ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡിജിറ്റൽ സർവീസിന് വേണ്ടിയാണ്. സെപ്പറേറ്റ് ആണ്. നമ്മുടെ വെബ്സൈറ്റ്, ആപ്പ്, സിസ്റ്റംസ്, കാൻഡിഡേറ്റ് സർവീസ് ഒക്കെ ബെറ്റർ ആക്കാൻ വേണ്ടിയുള്ള SSCയുടെ ഒരു ഇനീഷ്യേറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി RFPയുടെ ടൈം ലൈനും കൂടെ നമുക്കറിയാം. കാരണം ഈ RFP എന്തിനാണെന്ന് വെച്ചാൽ SSC എക്സാം കണ്ടക്ഷനും മറ്റു പ്രോസസ്സും എല്ലാം നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. മാർച്ച് 5, 2025 ഇത് പബ്ലിഷ് ചെയ്തത്. പ്രീ ബിഡ് മാർച്ച് 13 നടക്കും. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ക്വയറീസ് മാർച്ച് 16. ക്ലാരിഫിക്കേഷൻസ് കഴിഞ്ഞ് ബിഡ് സബ്മിഷൻ സ്റ്റാർട്ട് മാർച്ച് 21 തുടങ്ങും. മാർച്ച് 31 ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ബിഡിന്റെ. അതുപോലെ ഏപ്രിൽ 1 ടെൻഡർ ടെക്നിക്കൽ ബിഡ് ഓപ്പണിംഗ് നടക്കുന്നത്. അപ്പം അതിന്റെ പ്രോസസ്സുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മുടെ പല പരീക്ഷകളും ചില പരീക്ഷകളൊക്കെ ഡിലേ ആകുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ആണ്. യാതൊരു തരത്തിലും കൺഫ്യൂഷൻ ആവണ്ട. ഈ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി എന്താണ് ആസ്പിരൻസിന് ചേഞ്ച് ആവുന്നത്? നിങ്ങൾക്ക് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് മാറ്റം വരുന്നത് എന്താ? നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു കാര്യത്തിൽ RFPയുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് മാറ്റം വരുന്നത്. അതായത് ഫാസ്റ്റർ റിസൾട്ട്സ്, വളരെ പെട്ടെന്ന് നമ്മൾ ടെക്നോളജി അത്രയും അഡ്വാൻസ് ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യുന്നത് വളരെ എളുപ്പമായി മാറിക്കഴിഞ്ഞാൽ
പെട്ടെന്ന് റിസൾട്ട് വരികയും പെട്ടെന്ന് അതിൻ്റെ നോർമലൈസേഷൻസും മറ്റ് കാൽക്കുലേഷൻസും ഒക്കെ നടക്കുകയും ചെയ്യും. 2 ബെറ്റർ ഡിജിറ്റൽ എക്സ്പീരിയൻസ് നമ്മുടെ എല്ലാ തരത്തിലുള്ള നമ്മുടെ വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ്, അതുപോലെ തന്നെ ഒരു പക്ഷേ ഇൻ ഫ്യൂച്ചർ നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോം, എക്സാം എഴുതുന്ന ആ ഒരു പ്ലാറ്റ്ഫോം ഉൾപ്പെടെ, ഓൺലൈൻ എക്സാം എഴുതുന്ന SSCയുടെ പ്ലാറ്റ്ഫോം ഉൾപ്പെടെ ഫ്യൂച്ചറിൽ ഒരുപക്ഷെ ബെറ്റർ ഡിജിറ്റൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയേക്കാം. ഇംപ്രൂവ്ഡ് അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കും പല പ്രശ്നങ്ങളും വരാറുണ്ട്. കറക്റ്റ് സമയത്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് വരുന്നു, നേരത്തെ വരുന്നു, അതിൽ ചില മാറ്റങ്ങൾ വരുന്നു എന്നൊക്കെ പറഞ്ഞ് പല പ്രശ്നങ്ങളും പലരും പറയാറുണ്ട്. അപ്പോൾ അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട് ബെറ്റർ തിങ്സ് വരും. അതുപോലെ AI ചാറ്റ് ബോട്ട് സപ്പോർട്ട് 24 മണിക്കൂർ നിങ്ങൾക്ക് ഏത് സമയവും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ട് AI ചാറ്റ് ബോട്ട് വരാം. അതുപോലെ ആൻസർ കീ ചലഞ്ച് വളരെ എളുപ്പമാവും. ആൻസർ കീ ചലഞ്ച് ചെയ്യാനുള്ള സിസ്റ്റം ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അതിന് പലപ്പോഴും ചലഞ്ച് ചെയ്യാൻ പറ്റാറില്ല, അല്ലെങ്കിൽ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തോ എന്താണെന്നൊന്നും അറിയാനുള്ള ചില അനിശ്ചിതാവസ്ഥകളുണ്ട്. അപ്പം ആൻസർ കീയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ചലഞ്ച് ചെയ്യാനുള്ള സിസ്റ്റം വളരെ എളുപ്പമാകും. അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് വെയിറ്റിംഗ് ടൈം, അതായത് ഡിജിറ്റലി എല്ലാം പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റിംഗ് ടൈം കുറയും. നിങ്ങൾക്കറിയാം ഡിജിറ്റലി വരുന്ന വ്യത്യാസങ്ങളുണ്ട്. ഇനി എന്തൊക്കെയാണ് ചേഞ്ച് ആവാത്തത്? പലരും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഇതാണ്. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി റിമെയിൻസ് സെയിം. പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ യാതൊരു മാറ്റവും ആസ് ഓഫ് നൗ ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾ വരുത്തേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ഇനി വെണ്ടർ ചേഞ്ചിൻ്റെ കാര്യം ഉൾപ്പെടെ ചിലരെങ്കിലും വെണ്ടർ ചേഞ്ച് വന്നാൽ ഞാൻ പഠിക്കുന്ന മൊത്തം മാറ്റേണ്ട ആവശ്യമില്ല. സിലബസ് മാറാത്തിടത്തോളം കാലം നിങ്ങൾ പഠിക്കുന്ന ഹോൾ സ്ട്രാറ്റജി ഒന്നും മാറ്റേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രം സോൾവ് ചെയ്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയ മാറ്റേണ്ടി വരും. നിങ്ങൾ ബേസിക്സ് കൺസെപ്റ്റ് മനസ്സിലാക്കി കൂടുതൽ ഇപ്പോഴത്തെ എക്സാം പാറ്റേൺ അനുസരിച്ച് മാറ്റം വരുത്തി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ യാതൊരു കാര്യങ്ങളിലും മാറ്റം വരുന്നില്ല. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി റിമെയിൻസ് ദ സെയിം. എക്സാം സിലബസിൽ മാറ്റമില്ല, എക്സാം പാറ്റേണിൽ മാറ്റമില്ല, ഡിഫിക്കൽറ്റി ലെവലിലും മാറ്റം വരാനില്ല. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇപ്പോഴും വാലിഡ് തന്നെയാണ്. ആ ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അതുകൊണ്ട് മനസ്സിലാക്കുക, കോർ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി റിമെയിൻസ് ദ സെയിം. ഒരു മാറ്റവും നിങ്ങളുടെ ഇപ്പോൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് കളയാതെ യാതൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ ഇപ്പോൾ മാറ്റം വരുത്തണ്ട. കറൻലി പഠിക്കുന്ന തരത്തിൽ തന്നെ പഠിക്കുക. പിന്നെ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഇൻക്ലൂസീവായിട്ട് കാര്യങ്ങളെ കണ്ട് പഠിക്കാൻ മനസ്സിലാക്കുക. എല്ലാ കാര്യങ്ങളും ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴും എല്ലാം അതിൻ്റെ കൺസെപ്റ്റുകൾ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് SSCയുടെ ഏത് എക്സാംസും ക്ലിയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. പലപ്പോഴും പലരും ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. പലപ്പോഴും ഈ SSCയുടെ CGL പോലെയുള്ള മറ്റ് പരീക്ഷകളൊക്കെ ക്ലിയർ ചെയ്യുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അവർ 5 വർഷമോ 6 വർഷമോ എടുത്തിട്ടല്ല. ചില ആൾക്കാരെങ്കിലും ഇപ്പോഴത്തെ റീസെൻ്റ്ലി ഡിഗ്രി കഴിഞ്ഞു വന്ന് വളരെ ചെറിയ ടൈം കൊണ്ട് 1 വർഷം കൊണ്ടോ 1.5 വർഷം കൊണ്ടോ ഒക്കെ SSCയുടെ CGL ഉൾപ്പെടെയുള്ള പരീക്ഷകൾ ക്ലിയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് പ്രോപ്പർലി ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ സ്മാർട്ടായിട്ട് പഠിക്കുകയാണെങ്കിൽ അതായത് SSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എല്ലാം 100% സിലബസ് ഒരിക്കലും കവർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരിക്കലും കരുതണ്ട. 100% പഠിച്ച് ആരും എക്സാം എഴുതുന്നില്ല. അപ്പോൾ ഏറ്റവും സ്മാർട്ടായിട്ട് വേണ്ട കാര്യങ്ങൾ പിക്ക് ചെയ്ത് പഠിക്കുന്നവരാണ് പലപ്പോഴും റിസൾട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. സോ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല. പക്ഷെ അറിഞ്ഞിരിക്കുക എന്താണ് സംഭവിക്കുന്നത് അറിഞ്ഞിരിക്കുക. ഇനിയും ആസ്പിരൻസിന് പറയാനുള്ളത് എന്താണ്? ആസ്പിരൻസിനുള്ള കീ ടേക്ക് അവേസ് എന്തൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്? ദിസ് ഇസ് ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ്, നോട്ട് വെണ്ടർ ചേഞ്ച്. അല്ല, വെണ്ടർ ചേഞ്ച് അല്ല, കൃത്യമായിട്ട് നോട്ട് ചെയ്തോളാം. വെണ്ടർ ചേഞ്ച് അല്ല ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡിന് വേണ്ടിയുള്ള ഫോർമാലിറ്റീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നോ ഇമ്പാക്ട് ഓൺ എക്സാം പാറ്റേൺ ഓർ ഡിഫിക്കൽറ്റി. എക്സാം പാറ്റേണിൽ ഇനിയും വീണ്ടും ഒരു മാറ്റം ഉണ്ട് എന്ന് ചിന്തിക്കേണ്ട, അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബെറ്റർ ടെക്നോളജി ഈസ് ഈക്വൽ ടു ബെസ്റ്റ് ഫാസ്റ്റർ റിസൾട്ട്സ് ആൻഡ് സർവീസസ്. ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് റിസൾട്ടുകൾ, നമ്മുടെ സർവീസുകളും എല്ലാം ബെറ്റർ ആവും. നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കണ്ടിന്യൂ യുവർ പ്രിപ്പറേഷൻ ആസ് പ്ലാൻ. ഡോണ്ട് വറി അബൌട്ട് ഡിലേസ് ഡ്യൂ ടു ദിസ് RFP. ഈ RFP വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എക്സാംസ് ഡിലേ ആവുമോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങളെ വറി ചെയ്യിക്കേണ്ട ആവശ്യമേ ഇല്ല. ഫൈനലി നിങ്ങളോട് പറയാനുള്ളത്, സ്റ്റോപ്പ് വറിങ്. വെണ്ടർ ചേഞ്ചസിനെ പറ്റി ചിന്തിച്ച് വറി ചെയ്യാതിരിക്കുക. എക്സാം ഡിലേസ് ഒന്നും ഉണ്ടാവില്ല. RFPയുമായിട്ട് ബന്ധപ്പെട്ട് എക്സാം ഡിലേസ് ഉണ്ടാവുമോ എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. പാറ്റേൺ ചേഞ്ചസ് ഇല്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡെയിലി പ്രിപ്പറേഷൻ. ഇങ്ങനെയുള്ള ന്യൂസുകൾ കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് സമയം വേസ്റ്റ് ആക്കുന്നുണ്ടാവും. ചിലരെങ്കിലും പല വീഡിയോസിൽ ഇങ്ങനെ പറയുന്നു, അങ്ങനെ പറയുന്നു, അത്തരത്തിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ്, നമ്മൾ നെഗറ്റീവ്സിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ നമ്മൾ അത് പൊയ്ക്കൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ ചുറ്റും ഏറ്റവും കൂടുതലുള്ളത് നെഗറ്റീവ്സ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി റിവിഷൻ ടെസ്റ്റുകൾ ചെയ്യുക, റിവൈസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ എഴുതുക. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ടത് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിനെ തന്നെ റിലേ ചെയ്യുക. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. അതുകൊണ്ടാണ് ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന ഒരു RFPയുടെ കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾ SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളോടൊപ്പം എന്നും ദിശ അക്കാഡമി ഉണ്ട്.
ഏറ്റവും കൂടുതൽ ഒരുപാട് ക്ലാസ്സുകൾ SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് നമ്പർ ഓഫ് ക്ലാസ്സസ് ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ ഇത്രത്തോളം ക്ലാസ്സസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ട് ബേസിക്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെന്ററിലോ ഓൺലൈൻ കോഴ്സിലോ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്താൽ കൃത്യം ഏറ്റവും നന്നായിട്ട് SSC സെൻട്രൽ ഗവൺമെന്റ് എക്സാം ഓറിയന്റഡ് ആയിട്ട് ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.